ദൈവമേ, വടക്കന്മാരുടെ രോഷത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. AD 793 ഇംഗ്ലണ്ടിലെ ലിൻഡിസ്ഫാരൻ ആശ്രമത്തിൽ നിന്ന് ഉയർന്ന ആ നിലവിളി പിന്നീട് 3 നൂറ്റാണ്ടുകാലം യൂറോപ്പിനെ വേട്ടയാടി. ആരായിരുന്നു ഈ മനുഷ്യർ? എൽസിനോറിലെ ക്രോൺബർഗ് കോട്ടയുടെ കരിങ്കൽ ഭിത്തികൾക്ക് മുകളിൽ നിന്നാൽ അസ്ഥി തുളയ്ക്കുന്ന തണുത്ത കാറ്റിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു കഥ പറയാനുണ്ടാകും. ലോകത്തെ മുഴുവൻ 400 വർഷത്തോളം സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എന്ന വിഷാദ നായകന്റെ ആത്മാവുറങ്ങുന്ന മണ്ണാണിത്. ലോകത്തെ പല ദിക്കിലും ഈ കഥ സുപരിചിതമാണ്. ലയൺ കിങ് മുതൽ ബാഹുബലി വരെ. 12ാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ സാക്സോ ഗ്രമാറ്റിക്സ് എഴുതിയ ഗെസ്റ്റാ ഡാനോറം എന്ന കൃതിയിൽ അലൈൻഡ് എന്ന വൈക്കിംഗ് പോരാളിയുടെ യഥാർത്ഥ മുഖമുണ്ട്. സ്വന്തം അച്ഛനെ കൊന്ന് സിംഹാസനം പിടിച്ചടക്കിയ ഫെങ് എന്ന കൊടും ക്രൂരനായ അമ്മാവനെ കൊന്ന വീര വൈക്കിംഗ് നായകൻ. ചരിത്രം വൈക്കിങ്ങുകളെന്ന് വിളിച്ച ആ മനുഷ്യർ കേവലം കൊള്ളക്കാരായിരുന്നില്ല. പ്രതികൂലമായ പ്രകൃതിയോട് പൊരുതി ജയിച്ച അതിജീവനത്തിന്റെ പര്യായമായിരുന്നു. വിക്ക് എന്ന വാക്കിനർത്ഥം ഉൾക്കടൽ എന്നാണ്. ആ കടലിനെ അതിരുകളായി കാണാതെ ലോകത്തേക്കുള്ള രാജപാതയായി കണ്ടവരാണവർ. ഒരു കൈയിൽ കലപ്പയും മറുകൈയിൽ വാളുമേന്തി തണുത്തുറഞ്ഞ മണ്ണിൽ കൃഷിയിറക്കിയ സാധാരണ കർഷകർ. അനിവാര്യമായ ഘട്ടത്തിൽ ലോകത്തിന്റെ അതിരുകൾ തേടിയിറങ്ങിയ എഞ്ചിനീയർമാരും നാവികരുമായി മാറി. പൗരാണിക ദൈവങ്ങളായ ഓഡിന്റെയും തോറിന്റെയും അനുഗ്രഹം തേടി. വൈക്കിങ്ങുകളെക്കുറിച്ച് നമുക്കുള്ള അറിവ് പ്രധാനമായും 3 സ്രോതസ്സുകളിൽ നിന്നാണ്. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ, ഐസ്ലാൻഡിക് സാഗകൾ, ഇബ്ൻ ഫദ്ലാന്റെ യാത്രാവിവരണം. 10ാം നൂറ്റാണ്ടിലെ ബാഗ്ദാദിൽ നിന്നുള്ള അറബ് സഞ്ചാരിയായ അഹമ്മദ് ഇബ്ൻ ഫദ്ലാൻ വോൾഗ നദിക്കരയിൽ വെച്ച് റസ് ജനതയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ ഞെട്ടിക്കുന്നതാണ്. ദൈവം സൃഷ്ടിച്ചവരിൽ വെച്ച് ഏറ്റവും മികച്ച ശരീരമാണ് അവർക്ക്. ഈന്തപ്പനകൾ പോലെ ഉയരമുള്ളവർ. പക്ഷേ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരും അവരാണ്. യൂറോപ്പിലെ മറ്റു സ്ത്രീകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സ്വാതന്ത്ര്യം വൈക്കിംഗ് സ്ത്രീകൾക്കുണ്ടായിരുന്നു. പുരുഷന്മാർ കടൽ കടന്നു പോകുമ്പോൾ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിച്ചത് ഇവരായിരുന്നു. വിവാഹമോചനം നേടാനും സ്വത്തുക്കൾ കൈവശം വയ്ക്കാനും കുടുംബത്തിന്റെ മാനം കാക്കാൻ രക്തച്ചൊരിച്ചിലിന് ആഹ്വാനം ചെയ്യാനും അവർക്ക് അധികാരമുണ്ടായിരുന്നു. AD 985 കൊലപാതക കുറ്റത്തിന് നാടുകടത്തപ്പെട്ട എറിക് ദ റെഡ് 25 കപ്പലുകളുമായി ഐസ്ലൻഡിൽ നിന്ന് പുറപ്പെട്ടു. ജനങ്ങളെ ആകർഷിക്കാൻ മഞ്ഞുമൂടിയ ആ നാടിന് അയാൾ നൽകിയ പേര് ഗ്രീൻലൻഡ് എന്നായിരുന്നു. ഏകദേശം 500 വർഷത്തോളം നോർസ് ജനത ആ വാസയോഗ്യമല്ലാത്ത ഭൂമിയിൽ പിടിച്ചു നിന്നു. പക്ഷേ 15ാം നൂറ്റാണ്ടിൽ അവർ അപ്രത്യക്ഷരായി. 1408 ഹോൾസി പള്ളിയിൽ നടന്ന ഒരു വിവാഹമാണ് അവസാനത്തെ രേഖ. പിന്നീട് അവിടെ എത്തിയ കപ്പലുകൾ കണ്ടത് ശൂന്യമായ കൃഷിയിടങ്ങൾ മാത്രം. നോർസ് മിത്തോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ക്ലൈമാക്സ് ആണ്, രാഗ്നോരാക്ക്. ക്രിസ്തുമതത്തിലോ ഹിന്ദുമതത്തിലോ ഉള്ളതുപോലെ ലോകം രക്ഷിക്കപ്പെടില്ല. എല്ലാം നശിക്കും, അത് ഉറപ്പാണ്. വൈക്കിംഗ് സീരീസുകളും ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, വിൻലൻഡ് സാഗ, നോർത്ത്മാൻ, വൽഹല്ല റൈസിംഗ് മുതൽ ഗെയിം ഓഫ് ത്രോൺസ് വരെ നീളുന്ന വൈക്കിംഗ് വീരകഥകൾ കേട്ടറിഞ്ഞാൽ ഈ പോരാളികൾ പഴയ വീര്യം പുറത്തെടുത്താൽ ട്രംപ് വിയർക്കും. പക്ഷേ അവർ ഇപ്പോൾ ഒരു വികസിത സമാധാന രാജ്യമാണ്. കളി മാറുമോ എന്ന് കണ്ടറിയണം.